വണ്ടി വന്ന് ബ്ലോക്ക് ചെയ്തല്ല മെയിനിലല്ലേ അവിടെ വണ്ടി പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ടൗണിൽ കൂടെയോ? അങ്ങനെ ആരാ പറഞ്ഞേ? അത് വയ്യട്ടെങ്ങാണ്ട പരിപാടിയാ അവിടെ. ആണോ? ഇപ്പൊ തന്നെ രാവിലെ മൂടി കിടക്കുവാ. പിന്നെ അജിത്ത് ഞാൻ ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അജിത്തിന് ഞാൻ കയറി. അജിത്തിന് അജിത്തിന്റെ എങ്ങനെയാണ് അവൻ അവിടുന്ന് 12 മണി ആയപ്പോഴെങ്ങാണ്ട് ഇറങ്ങി വന്നാ കയറി. വിളിക്കാൻ പറഞ്ഞു. വിളിച്ച് ഇപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് വിളിച്ചു നോക്കിയില്ല. അവന് മറ്റേ അജിത്ത് ദിണ്ടുക്കൽ ഇറക്കാറായി. അത് പുള്ളിയെ വിളിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് ഞാൻ അവിടെ നിൽക്കുമ്പോഴേ അജിത്തിനെ ഞാൻ കൊടുത്തായിരുന്നു ഫോണ്. എന്നോട് പുള്ളി പറഞ്ഞ് എങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് വിളിക്കാൻ പറഞ്ഞു. വിളിക്ക് അത് പറയാന്നത്. അവൻ നിന്നില്ല അങ്ങ്. അവൻ നേരെ പോയി. അത് മറ്റേ പിന്നെ പോകട്ടെ എന്ന് പറഞ്ഞോണ്ടേ അജിത്ത് കിടന്നില്ല. നേരെ അവൻ കിടക്കാതെ നേരെ അങ്ങ് പോയി. അങ്ങനെ ഇറക്കാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്നാ പോലെ. ഞാനിവിടെ മറ്റേ നയാരയുടെ പമ്പിൽ നിന്നു. ഡീസലടിച്ച പുള്ളി കൊണ്ട് അവിടെ കിടന്നോളാൻ പറഞ്ഞു. 1 മണിയായി. നയാര ഇവിടെ മെയിനില് നമ്മൾ മറ്റേടത്ത് വണ്ടി ഇടുന്നുണ്ടോ? നമ്മൾ ഡീസൽ ഫുൾ ചെയ്തിട്ട് അതിൽ വണ്ടി ഇടാൻ പറ്റും. അപ്പം ഞാനവിടെ ഡീസൽ അടിച്ചിട്ട് അവൻ നിന്നില്ല. അവൻ നേരെ അങ്ങ് പോയി. വ്യത്യാസം നയാരെന്നോ? സുണ്ണക്കാലിൻ്റെ വണ്ടിയാണ് കിടപ്പുണ്ടായിരുന്നു. അത് പിന്നെ വല്ല ക്രെഡിറ്റുമില്ല കാണിക്കുന്നത്. അവിടുത്തെ ഡീസൽ ക്രെഡിറ്റിലായിരിക്കും അടിക്കുന്നത്. ഈ പിന്നെ ഡാൽമിയാപുരം കഴിഞ്ഞിങ്ങോട്ട് വരുന്ന വഴിക്കേ അവിടെ അപ്പുറത്തൊരു പിന്നെ ഒരു സിമെന്റ് ഫാക്ടറി കൊണ്ട കാണുന്നത് കണ്ടത്തിന്റെ അകത്തിരിക്കുന്നത്. പഞ്ചസാരയോ? ഞാൻ സിമെന്റ് ഫാക്ടറിയാണോ? അവിടുന്ന് ഇപ്പോൾ കേരളത്തിലോട്ടൊക്കെ പഞ്ചസാര കയറുന്നാണോ? അതൊന്ന് ചോദിച്ചു നോക്കണേ. അതോ ഉണ്ടെങ്കിൽ അവിടെ എടുക്കണമല്ലോ. വാടക വേണമല്ലോ.